It's me Rahul. Welcome to Rich Chart Talks. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു എല്ലാവരും ട്രേഡിംഗ് ഡേ. എനിക്ക് ലോസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് ഒരു 1500 1500 രൂപ ലോസ് ആയിരുന്നു നാളത്തെ. കാരണം ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നമുക്ക് ഫസ്റ്റ് 15 മിനിറ്റ്സ് ഞാനിട്ട് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് നിഫ്റ്റി ഒരു എന്താ പറയാ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ല, എന്നാ ചെറിയൊരു ഈ ഫസ്റ്റ് ക്യാൻഡിൽ ചെറിയ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് തിരിച്ച് നല്ലൊരു ഫോള് സെക്കൻഡ് ക്യാൻഡിൽ തന്നു. ഞാൻ ഈ സെക്കൻഡ് ക്യാൻഡിൽ ഒരു പുൾ ബാക്ക് തന്നെയായിരുന്നു എടുത്തത്. ബട്ട് പുൾ ബാക്ക് കുറച്ച് എന്താ പറയാ, കുറച്ച് താഴോട്ട് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ എക്സിറ്റ് ആയി. കാരണം നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. പിന്നെ താഴോട്ട് നമ്മള് ഇതിന്റെ ലോയിൽ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചത്. പക്ഷെ അതിന്റെ ലോയിൽ നിന്ന് ഇറങ്ങൽ നടന്നില്ല. കാരണം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൂടെ വെയിറ്റ് ചെയ്തു. ബട്ട് അത് തിരിച്ചു വന്ന് അടുത്ത ക്യാൻഡിൽ പുള്ളപ്പ് ചെയ്തു. ബട്ട് നമുക്കത് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ടൈം അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്നിരുന്നു. നാളത്തെ ട്രേഡിംഗ് നമുക്ക് പറയുകയാണെങ്കിൽ, നാളെ നിഫ്റ്റി നോക്ക്. നിഫ്റ്റി ഇപ്പം ഈ ഒരു സോണിലാണ് ഉള്ളത്. അതായത് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പം നമുക്കറിയാം, ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ വന്നിട്ട്, അതായത് ഒരു റെസിസ്റ്റൻസിൽ. അപ്പൊ നിഫ്റ്റി നിൽക്കുന്നത് ഇത് ബൈ ഓൺ ദ ഡിപ്പ് ആണ് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത് മെയിനായിട്ട്. നിഫ്റ്റി അതൊരു ബിയറിഷ് സെന്റിമെന്റ്സ് നിഫ്റ്റിക്ക് ഇല്ല ആസ് പെർ കറന്റ് ടെക്നിക്കൽ സിറ്റുവേഷൻ. അതായത് നമ്മുടെ ചാർട്ട് നമ്മളോട് പറഞ്ഞു വെക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു റിവേഴ്സ് ആയിട്ട് നമുക്ക് ഇതിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പോലെയൊക്കെ നിഫ്റ്റി നിൽക്കുന്നുണ്ട്. ബട്ട് ഇത് ഇപ്പം വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കറന്റ്ലി നമ്മുടെ എന്താ പറയാ, സിറ്റുവേഷൻ ഈസ് വെരി റോങ് അല്ലെ. നമ്മുടെ ഒരു വാർ ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ്, ഒരു ഇവന്റ്, ഒരു ബാഡ് ഇതാണ് പുറത്ത് നടക്കുന്നത്. ബട്ട് നമുക്കിത് അതുകൊണ്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, പിന്നെ നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ലോസ് കൂടും. അല്ലെങ്കിൽ പിന്നെ എത്ര കൺഫർമേഷൻ വേണം. നാളത്തെ ഒരു ട്രേഡ് ചെയ്യാൻ പറയാം. നാളെ മോളോട്ടുള്ള തന്നെയാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. താഴോട്ടുള്ള എൻട്രി ഞാൻ ഇനി എക്സ്ട്രീം കേസിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ താഴോട്ട് എൻട്രി പ്ലാൻ ചെയ്യത്തുള്ളൂ. എൻട്രി നമുക്ക് മോളോട്ട് തന്നെയാണ് പ്ലാനിങ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് നാളത്തെ എൻട്രി ഞാൻ പറയാം. നാളെ നമുക്ക് ഈ സോൺ നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, അതായത് 24,302 or 150 പോയിന്റ്. ഈ ഒരു 150 പോയിന്റ് ഉള്ളില് നമ്മൾ ഇന്നത്തെ ലോ ഹൈ, ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോൺ ആണ്. ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവിടുന്ന് താഴോട്ട് ഒരു നിഫ്റ്റി ഒരു ക്ലോസ് തരികയാണെങ്കിൽ, ഇവിടുന്ന് തന്നിട്ട് പുൾ ബാക്ക് തന്നിട്ട് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് 24,00 അത് മതി. 24,000 24,00 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ഫോർ ബിയറിഷ് എൻട്രി. ഓക്കെ, അതായത് ഫോർ ബിയറിഷ് സൈഡ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, മുകളോട്ടാണെങ്കിൽ 24,600 ഒരു മുകളോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ട്രേഡ് എപ്പോഴും നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ നാളെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഇവിടുന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ആയിട്ട് എന്തെങ്കിലും ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കാണുമ്പോൾ മുകളിൽ ട്രേഡ് എടുക്കാം. ഇന്നലെ നിഫ്റ്റി താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് നമ്മൾ കണ്ടില്ല. ഒരു സ്കാപ്പിലേക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റേ. ആസ് എ ഡയറക്ഷൻ ട്രേഡർ എനിക്ക് അങ്ങനെ ഒരു ഇത് കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മോളോട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഫൈനലി എനിക്ക് ലോസ് തന്നെ ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ ലോസ് ഡേ ആയിരുന്നു. മിനിമയിൽ ചെയ്ത് ഇറങ്ങിയായിരുന്നു ഞാൻ ഇന്നലെ. ഒരു 1,500 രൂപ ലോസ് ആയിരുന്നു. അപ്പം നിഫ്റ്റിയുടെ നാളത്തെ നാളത്തെ നമ്മുടെ വ്യൂ. ഇവിടുന്ന് മുകളിലോട്ട് ഫോർ ബുള്ളിഷ് സൈഡ് 24,658, അത് 600 പറയാം. ഓക്കെ, 24,600 നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും, താഴോട്ട് 24,000. ഓക്കെ, 24,00 നമുക്ക് 24,000 താഴോട്ട് ഒരു സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും ബിയർസ് ടാർഗറ്റ് ആയിട്ട് നാളെ എടുക്കാം. അതാണ് എന്റെ ഒരു വ്യാസ്. അപ്പം എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.